മാപ്രകൾ പറയുന്നത് അത് കുറ്റാരോപിതരാണെന്നാണ്. കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടിട്ടും കുറ്റാരോപിതരെന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അതിനുള്ള ഉത്തരം കൂടി നമ്മുടെ മാപ്രകളും തരണം. അവരുടെ അച്ഛൻ്റെ പിടിപാട് കൊണ്ടാണോ എന്നറിയില്ല, ഇനിയും അവരുടെ മുന്തിയ പാർട്ടിയിലുള്ള ബന്ധം കൊണ്ടാണോ എന്നറിയില്ല. പിണറായി സർക്കാരിൻ്റെ അടുത്ത ആളാണെന്ന്, വലം കൈ ഇടം കൈയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അതാണോ എന്നും അറിയില്ല. അതുകൊണ്ടാണോ മാപ്രകൾക്ക് ഇത്ര പേടി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഈ പറയുന്ന പിറപ്പുകേട് കാണിച്ച തന്തയ്ക്ക് മുൻപുണ്ടായ പ്രവൃത്തി കാണിച്ച 6 നരാധകന്മാർക്കും ജാമ്യം കൊടുക്കില്ല എന്ന് അഡീഷണൽ സെഷൻ കോടതി പറയുകയും അവന്മാരുടെ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തത് ഒരു സ്വാഗതാർഹമായ, അല്ലെങ്കിൽ കേരളക്കാരെ ഒന്നാകെ സന്തോഷിച്ചൊരു നിമിഷം തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇന്നലെ വന്നൊരു ന്യൂസാണ്, അതായത് ഈ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിക്കാൻ പോവുകയാണ്. 90 ദിവസത്തിനകത്ത് സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കുറ്റവാളികൾക്ക് സ്വമേധയാ ജാമ്യത്തിൽ പോകാനായിട്ട് സാധിക്കുമെന്നൊക്കെയാണ് ആ ന്യൂസിൽ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു വാർത്ത കേട്ട് നോക്കാം, അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് വരാം. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ മെയ് അവസാനത്തോടെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ്